ഹായ്, എല്ലാവർക്കും AVS അക്കാഡമിയുടെ യൂട്യൂബ് ചാനലായ പ്രിയ സിവിൽ സ്റ്റഡി സർക്കിളിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാണ്. ഞാൻ സച്ചിൻ. അപ്പൊ നിങ്ങൾക്കറിയാം നമ്മൾ എന്താ ക്ലാസ് നടക്കുന്നത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതായത് UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് എല്ലാ സബ്ജക്റ്റും, അതായത് ജോഗ്രഫി, ഹിസ്റ്ററി, പൊളിറ്റി, അങ്ങനെ എല്ലാ സബ്ജക്റ്റും നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഞാൻ എടുക്കുന്നത് പൊളിറ്റിയാണ്. കഴിഞ്ഞ മുന്നത്തെ ക്ലാസ്സുകൾ കണ്ടവർക്കറിയാം, നമ്മൾ പൊളിറ്റി 2014 മുതൽ നോക്കി ഇപ്പൊ 2017 എത്തിയിട്ടുണ്ട്. 2017 ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്ന വർഷമാണ്. അപ്പം നമ്മൾ ഒരു പകുതി 10 ക്വസ്റ്റ്യനുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നോക്കി. അപ്പൊ ബാക്കി 2017 ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതുപോലെ എല്ലാ സബ്ജക്റ്റുകളുടെയും എന്താണ് സബ്ജക്ട് വൈസ് കഴിഞ്ഞ 10 വർഷത്തെ ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. 10 വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അപ്പൊ എല്ലാവരും ക്ലാസ്സുകൾ കേൾക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. അപ്പൊ നമ്മൾ PYQ മാത്രമല്ല മറ്റ് UPSCയുടെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ KASന്റെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ നടക്കുന്നുണ്ട് ശനി ഞായറൊക്കെ ആയിട്ട്. ഓക്കെ, അതുപോലെ മറ്റ് സബ്ജക്ട് വൈസുള്ള ടോപ്പിക്കുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ളവർക്ക് AVS അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം. ഈ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ക്ലാസ്സുകൾ ഈ PYQ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് തിങ്കൾ, ബുധൻ, വെള്ളി ആയിരിക്കും. ഈ 3 ദിവസങ്ങളായിരിക്കും. അപ്പം ഓക്കെ, നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. പൊളിറ്റിയുടെ UPSCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ 2017 എത്തി. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ചെയ്തതാണ്. നമുക്ക് ഇവിടെ തുടങ്ങാം. 11ാമത്തെ ചോദ്യം. ഓക്കെ, മൊത്തം 22 ക്വസ്റ്റ്യൻസ് ഉണ്ട് പൊളിറ്റി 2017. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്ന വർഷമാണ്. നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? എന്താണ്? റൈറ്റ്സ് ആർ ക്ലെയിംസ് ഓഫ് ദ സ്റ്റേറ്റ് അഗെയിൻസ്റ്റ് സിറ്റിസൺസ് ആണോ? റൈറ്റ്സ് ആർ പ്രിവിലേജസ് വിച്ച് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സ്റ്റേറ്റ്. റൈറ്റ്സ് ആർ ക്ലെയിംസ് ഓഫ് സിറ്റിസൺസ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്. അതുപോലെ റൈറ്റ്സ് ആർ പ്രിവിലേജസ് ഓഫ് ഫ്യൂ സിറ്റിസൺസ് അഗെയിൻസ്റ്റ് ദ മെനി. ശരിക്കും വായിച്ചു നോക്കിയേ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഈസി ആയിട്ട് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, റൈറ്റ്സ്, പല റൈറ്റുകളുണ്ട്. എന്തൊക്കെ റൈറ്റ്? നമുക്ക് ലീഗൽ റൈറ്റ് ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ട്, അതുപോലെ ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. അപ്പം ഈ റൈറ്റ് ഒക്കെ എന്താണ്? ക്ലെയിംസ് ഓഫ് സ്റ്റേറ്റ് അഗെയിൻസ്റ്റ് സിറ്റിസൺ ആണോ? ഒരു സെക്കൻഡ്, പെൻ ടാബ് ഒന്ന് വർക്ക് ചെയ്തോട്ടെ. ഓക്കെ, പറഞ്ഞേ. റൈറ്റ്സ് എന്താ? റൈറ്റ്സ് പല റൈറ്റുകൾ. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ഉണ്ട്, ലീഗൽ റൈറ്റ് ഉണ്ട്. ഓക്കെ അല്ലെ? അപ്പൊ റൈറ്റ്സ് ആർ ക്ലെയിംസ് ഓഫ് ദ സ്റ്റേറ്റ് അഗെയിൻസ്റ്റ് സിറ്റിസൺ ആണോ? സ്റ്റേറ്റിന്റെ ആണോ? സ്റ്റേറ്റ് അഗെയിൻസ്റ്റ് സിറ്റിസൺ ആണോ? അല്ല. റൈറ്റ്സ് ആർ പ്രിവിലേജസ് വിച്ച് ആർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇറ്റ് സ്റ്റേറ്റ്. പ്രിവിലേജസ് എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് തോന്നുന്ന പോലെ എന്തും ചെയ്യാൻ വേണ്ട പ്രിവിലേജ് ആണോ നമുക്ക് റൈറ്റ് എന്ന് പറയുന്നത്? അല്ല അല്ലേ? ഓക്കെ, പിന്നെന്താ? റൈറ്റ്സ് ആർ ക്ലെയിംസ് ഓഫ് ദ സിറ്റിസൺ അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് ആണോ? നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. റൈറ്റ്സ് ആർ പ്രിവിലേജസ് ഓഫ് എ ഫ്യൂ സിറ്റിസൺ അഗെയിൻസ്റ്റ് ദ മെനി. അത് ശരിയാണോ? അപ്പൊ അത് ഇൻഇക്വാലിറ്റി ആവില്ല. അതായത് കുറച്ച് പേർക്ക് മാത്രം പ്രിവിലേജ് കിട്ടുന്ന എന്താ? അത് ഇക്വാലിറ്റി അല്ല. ഓക്കെ, അപ്പം 4ാമത്തെ എന്തായാലും അല്ല. എന്റെ പെൻ ടാബിന് ചെറിയ ശരിയാവുന്നില്ല. ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾ പറഞ്ഞേ, ആൻസർ വരുന്നുണ്ടാ? 3ാമത്തെയാണ് ആൻസർ. റൈറ്റ്സ് ആർ ക്ലെയിംസ് ഓഫ് ദ സിറ്റിസൺസ് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്. അതെന്താണ്? അത് റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെയാണ്, സിറ്റിസൺസിന്, സ്റ്റേറ്റിന്റെ അല്ല, ഗവൺമെന്റിന്റെ അല്ല. റൈറ്റ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ, ഒരു രാജ്യത്തെ ജനങ്ങളുടെയാണ് എന്ത് റൈറ്റ്. അതെന്താണ്? നമ്മൾ സ്റ്റേറ്റിന് അഗെയിൻസ്റ്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? സ്റ്റേറ്റിന് ആ റൈറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ റൈറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റേറ്റിന് നിയമം കൊണ്ടുവരാനോ അല്ല ഒന്നും നടപ്പിലാക്കാനോ പറ്റില്ല. കാരണം നമുക്കൊരു റൈറ്റ് ഉണ്ട്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്ന റൈറ്റുകൾ, അല്ലെ നിയമം പ്രൊവൈഡ് ചെയ്യുന്ന റൈറ്റ്. ആ റൈറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് സ്റ്റേറ്റിനൊന്നും ചെയ്യാൻ പാടില്ല. അതൊക്കെ അതിനുള്ളിലുള്ള കാര്യങ്ങളാണ് സ്റ്റേറ്റ് ചെയ്യാൻ. അപ്പൊ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. റൈറ്റ്സ് ആർ ക്ലെയിംസ് ഓഫ് ദ സിറ്റിസൺ അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്. ഓക്കെ, ഞാൻ എന്റെ പെൻ ടാബ് ഒന്ന് റെഡിയാക്കാൻ പറ്റുമോ നോട്ടെ, ഒരു സെക്കൻഡ്. അപ്പൊ ആ സമയത്തേക്ക് നിങ്ങൾ ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ,
ഓക്കെ, അത് റെഡി ആവുന്ന കുഴപ്പമില്ല. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോവാം. Consider the following statements. With reference to the Constitution of India, the directive principles of state policy constitutes limitation upon legislative function, executive function. നമ്മൾ ഈ ഒരു PYക്ക് തുടങ്ങിയ സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്താണെന്ത്? DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നിങ്ങൾ മുന്നത്തെ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടാവും അല്ലെ? എന്താണ് DPSP? ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ്. അതായത് ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യണം, നാടിന് വേണ്ടി ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ഒരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് വേണേൽ നമുക്ക് DPSP പറയാം. DPSP ഏത് പാർട്ടിലാണുള്ളത്? അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭരണഘടനയിൽ ഏത് പാർട്ടിലാണ് DPSP ഉള്ളത്? അറിയോ? ഏതാ? നാലാമത്തെ പാർട്ടിലാണ്. പാർട്ട് 4 ആണ്. പാർട്ട് 3 എന്താണ്? ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. പാർട്ട് 4ലാണ് എന്തുള്ളത്? DPSP ഉള്ളത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് DPSP കോൺസ്റ്റിറ്റ്യൂട്ട് ലിമിറ്റേഷൻസ്. അതായത് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനിലും എക്സിക്യൂട്ടീവ് ഫംഗ്ഷനിലും ലിമിറ്റേഷൻസ് കൊണ്ടുവരാൻ എന്താണ് DPSPക്ക് പറ്റുന്നതാണ് ചോദ്യം. പറ്റുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? ഞാൻ നേരത്തെ പറഞ്ഞു DPSP എന്താണ്? അതൊരു ഗൈഡ് ലൈൻസ് മാത്രമാണ്. ഓക്കെ, അത് ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല. എന്താ? ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യുന്നുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ മേക്കേഴ്സ് പറഞ്ഞുള്ള കൈൻഡ് ഓഫ് ഗൈഡ് ലൈൻസ് ആണ് എന്ത്? DPSP. അത് ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല. ചെയ്തില്ലെങ്കിൽ എന്താ? ഈ ഗവൺമെന്റ് DPSP പാലിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കേസ് കൊടുക്കാനൊന്നും പറ്റില്ല. ഇറ്റ് ഈസ് നോൺ ജസ്റ്റീഷ്യബിൾ ആണ്. നോൺ ജസ്റ്റീഷ്യബിൾ. ഓക്കെ, ഗവൺമെന്റ് ഇങ്ങനെ ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല എന്ന് നമുക്ക് എന്താ? കേസ് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്താ? അത് എൻഫോഴ്സ് ചെയ്യണം എന്ന് ഒരു നിർബന്ധമില്ല. ഇനി ചെയ്തില്ലെങ്കിൽ ഇപ്പൊ നമുക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഫണ്ടമെന്റൽ റൈറ്റ് ആണെങ്കിലോ, ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ? നമുക്ക് കേസ് കൊടുക്കാം. ഗവൺമെന്റ് ഞങ്ങളുടെ ഫണ്ടമെന്റൽ റൈറ്റിന് അഗേൻസ്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കേസ് കൊടുക്കാം. എന്നാൽ DPSP അങ്ങനെ എന്താ? ഒന്നുമില്ല, ഒരു കേസും കൊടുക്കാൻ പറ്റില്ല. ഗവൺമെന്റ് വേണമെങ്കിൽ ചെയ്യാം, ഒരു മോറൽ ആയിട്ട് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ്? അത് ലിമിറ്റേഷൻസ് കൊടുക്കുന്ന പറഞ്ഞാൽ ശരിയാണോ? ലെജിസ്ലേറ്റീവിനും എക്സിക്യൂട്ടീവ് രണ്ടിനും എന്താ? ഒരു ലിമിറ്റേഷൻ എന്താണ്? DPSP കൊടുക്കുന്നില്ല. കാരണം അതെന്താ? നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമല്ല. ഓക്കെ, അത് വേണമെങ്കിൽ അവർക്ക് സ്വയം തോന്നുവാണെങ്കിൽ ചെയ്യണം തോന്നുവാണെങ്കിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ അത് ലിമിറ്റേഷൻസ് കൊടുക്കുന്നത് പറയുന്നത് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനും എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ലിമിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് തെറ്റാണ്. അപ്പൊ എന്താ? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. നൈദർ 1 nor 2 ആണ്. ഓക്കെ, ഇത് രണ്ടുമല്ല, നൈദർ 1 nor 2 ആണ്. ഓക്കെ, പെൻ ടാബിനെ കുഴപ്പമുള്ളതാണ് ഞാൻ മാർക്ക് ചെയ്യാത്തത്. ഓക്കെ, തൽക്കാലം നൈദർ 1 nor 2 ആൻസർ കറക്റ്റ് ആണല്ലോ. ഓപ്ഷൻ ഡി ആണ്, നൈദർ 1 nor 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 13. വീണ്ടും കോമൺ ആയി കാണുന്ന ഒരു ടോപ്പിക് എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. DPSP ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒക്കെ സ്ഥിരമായിട്ട് കാണാറുള്ളതാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ പാർട്ട് ഏതാണ്? പാർട്ട് 4A ആണ്. ഓർത്ത് വയ്ക്കുക, ഫണ്ടമെന്റൽ റൈറ്റ് പാർട്ട് 3യിലാണ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4Aയിലാണ്, DPSP ഏതാണ്? പാർട്ട് 4ലാണ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് പാർട്ട് 4Aയിലാണ്. ഇനി ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ എന്താ പറയാ ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 51A. ആർട്ടിക്കിൾ 51A. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായ സമയത്ത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നോ? ഇല്ല. കാരണം എന്താ? 1976 42ാമത്തെ അമെന്റ്മെന്റ് വഴിയാണ് എന്ത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ആയത്. അതുവരെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ ഓഫ് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഓഫ് എൻ ഇന്ത്യൻ സിറ്റിസൺ? ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദിച്ചത്. ഏതാ? എ ലെജിസ്ലേറ്റീവ് പ്രോസസ് ഹാസ് ബീൻ പ്രൊവൈഡഡ് ടു എൻഫോഴ്സ് ദീസ് ഡ്യൂട്ടീസ്. ദേ ആർ കോറിലേറ്റീവ് ടു ലീഗൽ ഡ്യൂട്ടീസ്. ആണോ? ഏതാ ശരി ഉത്തരം? ഇവിടെയും രണ്ടും തെറ്റാണ്. ഓപ്ഷൻ 1ഉം 2 തെറ്റാണ്, 2ഉം തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് നൈദർ 1 or 2 ആണ്. എങ്ങനെ? എന്തുകൊണ്ടാണ്? ഈ DPSP പോലെ തന്നെ എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും DPSP പോലെ തന്നെ എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ഓക്കെ, നമുക്ക് തൽക്കാലം ഇത് വെച്ച് കാണിക്കാം. DPSP പോലെ എന്താണ്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്താണ്? നിർബന്ധമല്ല ചെയ്യണത്. DPSP ഗവൺമെന്റിനുള്ള ഒരു ഗൈഡ് ലൈൻസ് ആണെങ്കിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ സിറ്റിസണുള്ള കാര്യങ്ങളാണ്. സിറ്റിസൺ ഇങ്ങനെ പെരുമാറണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള ഡ്യൂട്ടി നമുക്ക് പറഞ്ഞു തരികയാണ്. അത് നമ്മൾ ചെയ്യുന്ന ഒരു നിർബന്ധമില്ല. പക്ഷെ നമുക്ക് എന്തൊരു മോറലായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സ്വയം ചെയ്യണമെന്നുള്ള കാര്യം എന്താ മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഡ്യൂട്ടി ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്, ഫണ്ടമെന്റൽ ഡ്യൂട്ടി ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട്
ആർക്കും നമുക്കെതിരെ ഒരു കേസ് എടുക്കാൻ പറ്റില്ല, ആർക്കും ഒരു കേസും കൊടുക്കാനും പറ്റില്ല. അപ്പൊ എന്താ, ഫണ്ടമെന്റൽ ഡ്യൂട്ടി നടപ്പിലാക്കാൻ വേണ്ടി ഒരു ലെജിസ്ലേറ്റീവ് പ്രോസസ്സോ ഒരു ലോയും ഇല്ല, കാരണം അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ട കാര്യമല്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി ഇത്, ദേ ആർ കോറിലേറ്റീവ് ടു ലീഗൽ ഡ്യൂട്ടീസ്. ലീഗൽ ഡ്യൂട്ടീസ് ആയിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന് ഒരു ബന്ധമില്ല. കാരണം എന്താ, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഒരു മോറൽ ഡ്യൂട്ടീസ് ആണ്, നമുക്ക് വേണമെങ്കിൽ ചെയ്യാനുള്ളത്. ലീഗൽ ഡ്യൂട്ടീസ് അങ്ങനെയല്ല. ലീഗൽ ഡ്യൂട്ടീസ് എന്താണ്, നിയമത്തെ പറഞ്ഞുള്ള കാര്യങ്ങളാണ്, നമ്മൾ ചെയ്യണം, എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം അതും എന്താണ്, ബന്ധമില്ല. ആൻസർ ഓപ്ഷൻ ഡി, നൈദർ 1 or 2. ഇവിടെയും 1 or 2. ഓക്കെ, ഇനി 14. നോക്കിയേ. In the context of India, which one of the following is correct relationship between rights and duties? റൈറ്റും ഡ്യൂട്ടി തമ്മിലുള്ള കറക്റ്റ് റിലേഷൻ എന്താ ചോദിച്ചിരിക്കുന്നത്. റൈറ്റ്സ് ആർ കോറിലേറ്റീവ് വിത്ത് ഡ്യൂട്ടീസ്. റൈറ്റ്സ് ആർ പേഴ്സണൽ and hence independent of society and duties. Rights, not duties, are important for the advancement of the personality of citizens. Duties, not rights, are important for the stability of state. ഇതിന് ഏതാണ് ശരി ഉത്തരം? ശ്രദ്ധിച്ച് വായിച്ചാൽ മനസ്സിലാക്കാവുള്ളൂ. റൈറ്റ്സ് ആർ കോറിലേറ്റീവ് വിത്ത് ഡ്യൂട്ടി. എന്താണ് കോറിലേറ്റീവ്? അതായത് ഒരു മ്യൂച്വൽ റിലേഷൻ. റൈറ്റും ഡ്യൂട്ടീസും എന്താണ്, മ്യൂച്വലി റിലേറ്റഡ് ആണെന്നാണ് എന്ത് പറയുക ആ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? നമുക്ക് നോക്കാം, ലാസ്റ്റ് നോക്കാം. ഡ്യൂട്ടീസ് നോട്ട് റൈറ്റ്സ് ആർ ഇമ്പോർട്ടന്റ് ഫോർ ദ സ്റ്റെബിലിറ്റി ഓഫ് സ്റ്റേറ്റ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, റൈറ്റുകളല്ല ഡ്യൂട്ടിയാണ് എന്ത് ഒരു സ്റ്റേറ്റിന്റെ സ്റ്റെബിലിറ്റിക്ക് ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? തെറ്റാണ്. എന്താ, റൈറ്റ് മാത്രമായിട്ട് ഒരു കാര്യമില്ല, ഡ്യൂട്ടി മാത്രമായിട്ട് ഒരു കാര്യമില്ല, റൈറ്റും വേണം. അല്ലാതെ ഡ്യൂട്ടീസ് മാത്രം എന്താണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, രണ്ടാമത്തെ അതുപോലെ തന്നെ, റൈറ്റ്സ് നോട്ട് ഡ്യൂട്ടീസ് ആർ ഇമ്പോർട്ടന്റ് ഫോർ അഡ്വാൻസ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി ഓഫ് സിറ്റിസൺസ്. ഡ്യൂട്ടീസ് നിർബന്ധമില്ല, റൈറ്റ് ആണ് വേണ്ടതാണ് ഇവിടെ പറയുന്നത്. അതും തെറ്റാണ്. അതെന്താ, അതിന് ഒന്നും മാത്രമായിട്ടല്ല, രണ്ടും വേണം. റൈറ്റ്സ് ആർ പേഴ്സണൽ ആൻഡ് ഇൻഡിപെൻഡന്റ് ഓഫ് സൊസൈറ്റീസ് ആൻഡ് ഡ്യൂട്ടീസ്. ആയിരിക്കുമോ? റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് എന്താണ്, ഇവിടെ സോഷ്യൽ ഓർഡർ എന്താ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. സൊസൈറ്റിക്കൊക്കെ എന്താ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമാണ്. ഇൻഡിപെൻഡന്റ് എന്ന് പറയാം, ഒരിക്കലും സൊസൈറ്റിയുടെ ഡ്യൂട്ടിയോട് ഇൻഡിപെൻഡന്റ് അല്ല റൈറ്റ്. ഓക്കെ, അപ്പൊ അതും തെറ്റാണ്. ഇനി റൈറ്റ്സ് ആർ കോ റിലേറ്റീവ് വിത്ത് ഡ്യൂട്ടീസ്. അത് വളരെ വളരെ ശരിയാണ്. റൈറ്റ് എന്താണ്, വളരെ രണ്ടും മ്യൂച്വലി ഡിപ്പെൻഡന്റ് ആണ്, ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. റൈറ്റ്സ് എന്താണ്, അതെന്താ, റൈറ്റ്സ് ഈസ് വാട്ട് എൻ ഇൻഡിവിജ്വൽ വാണ്ട്സ് അതേഴ്സ് ടു ഡു ഫോർ ദം. മറ്റുള്ളവർ നമുക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമാണ് ഈ റൈറ്റ്സ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമാണ് ഡ്യൂട്ടീസ്. ഓക്കെ, അത് രണ്ടും എന്താണ്, ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്, മ്യൂച്വൽ ആണ്, മ്യൂച്വൽ റിലേഷൻഷിപ്പ് ഉള്ളതാണ് റൈറ്റും ഡ്യൂട്ടീസും. റൈറ്റ് മാത്രം ആയിട്ട് ഒരു കാര്യമില്ല, അതുപോലെ തന്നെ ഡ്യൂട്ടി മാത്രം ആയിട്ട് ഒരു കാര്യമില്ല. രണ്ടും എന്താ ഒരേപോലെ വേണം. എന്തിന്, സൊസൈറ്റിക്ക് അതാണ് നല്ലത്, നമ്മുടെ സ്റ്റേറ്റിനൊക്കെ അതാണ് നല്ലത്. അപ്പം ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, നെക്സ്റ്റ് 15ാമത്തെ ക്വസ്റ്റ്യൻ. In the election for Lok Sabha or State Assembly, the winning candidate must get at least 50% of votes polled to be declared elected. According to the provisions laid down in the Constitution of India, in Lok Sabha, the Speaker's post goes to majority party and the Deputy Speakers to the opposition. ഒന്ന് ആലോചിച്ച് പറഞ്ഞേ, ചെറിയൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യത്തിനെ പറ്റിയാണ് ചോദ്യം, ഇലക്ഷന് സീറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് നോക്കിയേ. ഒന്നാമത്തെ ചോദ്യം, ഇൻ ദ ഇലക്ഷൻ ഫോർ ദ ലോക്സഭ ഓർ സ്റ്റേറ്റ് അസംബ്ലി, ദ വിന്നിംഗ് കാൻഡിഡേറ്റ് മസ്റ്റ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ വോട്ട്സ് പോൾഡ്. ശരിയാണോ? നമ്മുടെ ഇവിടെ ഏതാ സിസ്റ്റം, അതില് ഏതാ പറ്റും എനിക്കറിയില്ല. നമ്മുടെ ഞാൻ മൗസിനെ കൊണ്ട് എഴുതുന്നത് അതാട്ടോ ഇങ്ങനെ ക്ലിയർ വൃത്തിയിൽ വരാത്തത്. ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ്. ഇപ്പൊ ഈ തൽക്കാലം മനസ്സിലാക്കി, ഫസ്റ്റ് പാസ് ദ പോസ്റ്റ്. അതാണ് നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഇലക്ഷനിൽ ഫോളോ ചെയ്യുന്ന സിസ്റ്റം. അതെന്താണ് സംഭവം? അതായത് ഇപ്പൊ ഒരു സ്ഥലത്തൊരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഒരു 4 പേര് മത്സരിക്കുന്നെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ, അതായത് 4 പേരിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും, അല്ലെ? അതാണ് ഈ ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. സിമ്പിൾ സംഭവം. നമ്മുടെ താഴെ നടക്കുന്നത് നമ്മുടെ ഇലക്ഷനിൽ എന്താ,
ഇപ്പൊ ഒരു സ്ഥലത്ത് 3 പേര് 4 പേര് മത്സരിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആരാണ്, അവര് ജയിക്കും. അതാണ് ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം. ഇന്ത്യയിൽ സ്റ്റേറ്റ് അസംബ്ലിയും ലോക്സഭ ഇലക്ഷനും ഒക്കെ നടക്കുന്നതാണ് ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചാണ്. ഇവിടെ പറഞ്ഞു നോക്കിയത് വിന്നിംഗ് കാൻഡിഡേറ്റ് മസ്റ്റ് ഗെറ്റ് അറ്റ്ലീസ്റ്റ് 50. ശരിയാണോ? അതായത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഇപ്പൊ 200 വോട്ടുകൾ ഉണ്ട്, 200 വോട്ട് ഉണ്ട് ഒരു സ്ഥലത്ത്, ജസ്റ്റ് എക്സാമ്പിൾ ആണ്. ആ 200 വോട്ട് ഉണ്ട്, അവിടെ മത്സരിക്കുന്ന 3 പേര് മത്സരിച്ചിട്ട് ജയിക്കുന്ന ആൾക്ക് 50% മുകളിൽ വേണമെന്നാണ് പറയുന്നത്. അതായത് 200ന്റെ 50% 100 അല്ലേ, ആ 100 കൂടുതൽ വോട്ട് കിട്ടിയാൽ അയാൾ ജയിക്കുള്ളൂ എന്നാണ് പറയുന്നത്. ശരിയാണോ? അതായത് 200 വോട്ട് ടോട്ടൽ ഉണ്ടെങ്കിൽ മത്സരിച്ച ആൾക്ക് 100 കൂടുതൽ വോട്ട് കിട്ടിയാൽ മാത്രമേ അയാൾ ജയിക്കൂ എന്നാണ് പറയാം. അതാണ് അവിടെ. അല്ലല്ലോ, നമുക്ക് എന്താണ് 100 കൂടുതൽ വേണമെന്നൊരു 50 കൂടുതൽ വേണമെന്നൊരു നിർബന്ധമില്ല, ഏറ്റവും കൂടുതൽ കിട്ടിയാൽ മതി. അതായത് ഇപ്പം ഞാൻ ഇപ്പൊ 200 എക്സാമ്പിൾ തന്നെ, ഒരാൾക്ക് എത്രയാ, ഒരാൾക്ക് 200 ടോട്ടൽ ഒരാൾക്ക് 50 വോട്ട് കിട്ടി, രണ്ടാമത്തെ ആൾക്ക് എത്രയാ 60 വോട്ട് കിട്ടി. ഓക്കെ, മൂന്നാമത്തെ ആൾക്ക് 90 വോട്ട് കിട്ടി വെച്ചോ. അപ്പൊ എന്താ, ആ മൂന്നാമത്തെ ആൾക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട്, അപ്പൊ അയാളല്ലേ ജയിച്ചത്. അതെ, അയാൾക്ക് പക്ഷെ എന്താണ് 50% കിട്ടിയിട്ടില്ല, അയാൾക്ക് 100 കിട്ടിയിട്ടില്ല, 90 വോട്ടേ ഉള്ളൂ. പക്ഷെ എന്താണ്, അയാൾ തന്നെയാണ് ജയിച്ചത് അല്ലെ. അപ്പൊ 50% വേണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മുടെ ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം ആണ്. അതായത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്ന ആൾ ജയിക്കും. അത് 50% അവിടെ നിന്ന് ഒരു നിർബന്ധമില്ല. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ലേഡ് ഔട്ട് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, ഇൻ ലോക്സഭ ദ സ്പീക്കേഴ്സ് പോസ്റ്റ് ഗോസ് ടു ദ മെജോറിറ്റി പാർട്ടി ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കേഴ്സ് ഓഫ് ഓപ്പോസിഷൻ. ആണോ? അതായത് ലോകസഭയില് സ്പീക്കർ ആവുന്ന ആരാണ്, മെജോറിറ്റി വോട്ട് കിട്ടി, അതായത് ഇലക്ഷനിൽ ജയിച്ച മെജോറിറ്റി വോട്ട് കിട്ടിയ പാർട്ടിയിൽ അംഗമാണ് സ്പീക്കർ ആവുക, എന്നാൽ ഒപ്പോസിഷൻ പാർട്ടിയിൽ അംഗമാണ് ഡെപ്യൂട്ടി സ്പീക്കർ ആവുക എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ? ഇവിടെ 2010 ലോക്സഭ വരെ എന്തായിരുന്നു, ഈ ഡെപ്യൂട്ടി സ്പീക്കറും മെയിൻ സ്പീക്കറും എന്താണ്, രണ്ടുപേരും റൂളിംഗ് പാർട്ടി തന്നെയായിരുന്നു, അതായത് മെജോറിറ്റി പാർട്ടി തന്നെയായിരുന്നു. എന്നാൽ 11ാമത്തെ ലോക്സഭ മുതൽ അത് മാറി. സ്പീക്കർ എന്തായി, മെയിൻ സ്പീക്കർ മെജോറിറ്റി പാർട്ടിയിൽ നിന്നും ഡെപ്യൂട്ടി സ്പീക്കർ ഒപ്പോസിഷൻ പാർട്ടിയിൽ നിന്നുമായി. അതായത് 11ാമത്തെ ലോക്സഭ മുതൽ ഇപ്പോഴും അങ്ങനെയാണ് നടക്കുന്നത്. എന്നാൽ ഇത് ശരിയാണോ? ഇത് തെറ്റാണ്. എന്തുകൊണ്ടാ തെറ്റ്? അക്കോർഡിംഗ് ടു ദ പ്രൊവിഷൻസ് ലേഡ് ഡൗൺ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ അങ്ങനെ ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. ഇതെന്താ, കാലക്രമേണ ആയതാണ്. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ സംഭവമേ പറഞ്ഞിട്ടില്ല. അത് മെജോറിറ്റി പാർട്ടി അംഗം സ്പീക്കർ ആവണമെന്നും ഒപ്പോസിഷൻ പാർട്ടി അംഗം ഡെപ്യൂട്ടി സ്പീക്കർ ആവണമെന്നും എന്താ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ശ്രദ്ധിച്ച് വായിക്കുക. ഇവിടുന്ന് ഇങ്ങോട്ട് മാത്രം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ശരിയാണെന്ന്. പക്ഷെ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യം കൂടി ശ്രദ്ധിച്ച് വായിക്കണം. കോൺസ്റ്റിറ്റ്യൂഷൻ ഇങ്ങനെ ഒരു കാര്യം പ്രൊവിഷൻ പറഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് തെറ്റാണ്. ഇതും തെറ്റാണ്, 50 അല്ല. അപ്പൊ എന്താണ്, ഇതും നൈദർ 1 or 2, ഓപ്ഷൻ ഡി. നെക്സ്റ്റ് 16th ക്വസ്റ്റ്യൻ നോക്കിയേ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ നോട്ട് നെസസറിലി ദ കോൺസിക്വൻസസ് ഓഫ് ദ പ്രൊക്ലമേഷൻ ഓഫ് പ്രസിഡന്റ്സ് റൂൾ ഇൻ എ സ്റ്റേറ്റ്? പ്രസിഡന്റ് റൂൾ എന്താണ്, പ്രസിഡന്റ് റൂൾ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കോൺസിക്വൻസസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണെന്നാണ്. ഓക്കെ, ശ്രദ്ധിച്ച് വായിക്കുക. ഒരു സ്റ്റേറ്റില് പ്രസിഡന്റ് റൂൾ കൊണ്ടുവന്നാൽ എന്തൊക്കെയായിരിക്കും അവിടെ ഉണ്ടാകുന്ന എഫക്റ്റുകൾ, എന്തൊക്കെയായിരിക്കും അവിടുത്തെ കോൺസിക്വൻസസ്, അതാണ് ചോദ്യം. എന്താണ്, ഡിസൊല്യൂഷൻ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, റിമൂവൽ ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇൻ ദ സ്റ്റേറ്റ്, ഡിസൊല്യൂഷൻ ഓഫ് ദ ലോക്കൽ ബോഡീസ്. എന്താ ഡിസൊല്യൂഷൻ? നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രൊറഗേഷൻ എന്താണ്, അഡ്ജോൺമെന്റ് എന്താണ്, ഡിസൊല്യൂഷൻ എന്താണ്. ഡിസൊല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലെജിസ്ലേറ്റീവ് അസംബ്ലി പിരിച്ചുവിടുക, കംപ്ലീറ്റ് ആയിട്ട് എന്തൊക്കെയായിട്ട് പിരിച്ചുവിടുക, അതാണ് ഡിസൊല്യൂഷൻ. ഓക്കെ, ഇതിൽ ഏതാണ് ശരി ഉത്തരം? ഏതൊക്കെയാണ് കോൺസിക്വൻസസ്? ഓക്കെ, നോക്കിയേ. ഡിസൊല്യൂഷൻ ആദ്യം നോക്കാം. പ്രസിഡന്റ് റൂൾ എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ ഏതൊക്കെയാണ്? ആർട്ടിക്കിൾ ഏതാ? ആർട്ടിക്കിൾ 356 ആണ്. ഓക്കെ, ഇനി നാഷണൽ എമർജൻസി ആണെങ്കിലോ? നാഷണൽ എമർജൻസി ആണെങ്കിൽ ആർട്ടിക്കിൾ 352ഉം ഫിനാൻഷ്യൽ എമർജൻസി ആണെങ്കിൽ ആർട്ടിക്കിൾ 360 ആണ്. അത് മറക്കരുത്. നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352, പ്രസിഡന്റ് റൂൾസ് അല്ലെങ്കിൽ സ്റ്റേറ്റ് എമർജൻസി എന്താണ് 356, ഫിനാൻഷ്യൽ എമർജൻസി എന്താണ് ആർട്ടിക്കിൾ 360. ഓക്കെ, ഇനി ഒരു സ്ഥലത്ത് പ്രസിഡന്റ് റൂൾ വരിക എപ്പോഴാണ്? അതായത് ഒന്ന് ഗവർണർ കൺവിൻസ് ആവണം, അതായത് സ്റ്റേറ്റിലെ കാര്യങ്ങളൊക്കെ പ്രശ്നമാണ്, ഇവിടെ ഇന്റേണൽ ആയുള്ള പ്രശ്നങ്ങളുണ്ട്,
അപ്പൊ ഇവിടെ സ്റ്റേറ്റിന്റെ സിറ്റുവേഷൻ മോശമാണെന്ന് ഗവർണർ കൺവിൻസ് ചെയ്തിട്ട് ആവശ്യപ്പെടണം പ്രസിഡന്റ് റൂളിന്. ഓക്കെ, അതായത് ഗവൺമെന്റ് പറയാണ് ഇവിടുത്തെ സ്റ്റേറ്റിലെ ഗവൺമെന്റ് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള കാര്യങ്ങൾ പ്രകാരം അല്ല വർക്ക് ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ പ്രൊവിഷൻസ് അനുസരിച്ചല്ല അവർ എന്താ ഗവേണൻസ് നടത്തുന്നത്. ഇവിടുത്തെ ഗവർണർ പ്രസിഡന്റിന് കത്തയച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രസിഡന്റിന് പ്രസിഡന്റ് റൂൾ കൊണ്ടുവരാം ഒരു സ്റ്റേറ്റിൽ. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് യൂണിയൻ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് പറഞ്ഞ കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് അനുസരിക്കുന്നില്ല എന്ന് വിചാരിച്ചു, അപ്പോഴും പ്രസിഡന്റിന് എന്താണ് പ്രസിഡന്റ് റൂൾ കൊണ്ടുവരാം. ഓക്കെ, അപ്പൊ ഈ രണ്ട് കണ്ടീഷനാണ്, ഒന്ന് ഗവർണർ പറയുമ്പോൾ, അല്ലെങ്കിൽ യൂണിയൻ ഗവൺമെന്റ് സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് അനുസരിക്കുന്നില്ല എന്ന് അനുസരിക്കുന്നില്ലെങ്കിൽ എന്താണ് അപ്പോഴും പ്രസിഡന്റ് റൂൾ കൊണ്ടുവരാം. ഓക്കെ, ഈ രണ്ട് കണ്ടീഷനാണ് പ്രസിഡന്റ് റൂൾ കൊണ്ടുവരിക. ഇനി കൊണ്ടുവന്ന എന്താ സംഭവിക്കുക, അവിടുത്തെ മന്ത്രിസഭ പിരിച്ചുവിടും. അതായത് അവിടെ ഒരു മുഖ്യമന്ത്രിയും കുറെ മന്ത്രിമാരും ഉണ്ടാവല്ലോ, ആ മന്ത്രിസഭ അങ്ങോട്ട് ഗവർണർ പിരിച്ചുവിടും. പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുവരാണ് ഗവർണറാണ് നോക്കുക. അതായത് പ്രസിഡന്റിന്റെ ബിഹാഫിൽ ഗവർണറാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുക, സ്റ്റേറ്റിന്റെ അഡ്മിനിസ്ട്രേഷൻ പ്രസിഡന്റ് റൂൾ വന്നു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം ഇവിടെ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. റിമൂവൽ ഓഫ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്, ഞാൻ പറഞ്ഞില്ല മന്ത്രിസഭ അങ്ങോട്ട് പിരിച്ചുവിടും ആദ്യം, അതായത് മുഖ്യമന്ത്രിയെയും മറ്റ് മന്ത്രിമാരെയും പിരിച്ചുവിടും. ഇനി ഡിസൊല്യൂഷൻ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതുപോലെ ഡിസൊല്യൂഷൻ ഓഫ് ലോക്കൽ ബോഡീസ്. ഇതിൽ മൂന്നാമത്തെ എന്താണ് തെറ്റാണ്. ലോക്കൽ ബോഡി ഒരിക്കലും എന്താണ് പ്രസിഡന്റ് റൂൾ വന്നാൽ പിരിച്ചുവിടില്ല. ലോക്കൽ ബോഡി എന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഒക്കെ ഉണ്ടല്ലോ, അവരെന്താ ഒരു പ്രസിഡന്റ് റൂൾ വന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും പിരിച്ചുവിടില്ല. ഓക്കെ, ഇനി ആദ്യത്തത് ഡെസൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതായത് മൊത്തം അസംബ്ലി തന്നെ പിരിച്ചുവിടുക. മന്ത്രിസഭ എന്തായാലും പിരിച്ചുവിടും, പക്ഷെ മൊത്തം അസംബ്ലി തന്നെ പിരിച്ചുവിടുമോ എന്നാണ് ചോദ്യം. പിരിച്ചുവിടുവോ? പിരിച്ചുവിടാം. ഓക്കെ, പക്ഷെ എന്താണ് അത് നിർബന്ധമല്ല. ഓക്കെ, അത് ഒരിക്കലും എന്താ നെസസറി കോൺസിക്വൻസസ് അല്ല അത്. ഓക്കെ, എന്താ വേണമെങ്കിൽ ഗവർണർ പിരിച്ചുവിടാം. അതുപോലെ തന്നെ ലോക്കൽ ബോഡീസ് വേണമെങ്കിൽ മാത്രം ഗവർണറിന് ഈ പ്രസിഡന്റ് റൂളിന്റെ സമയത്ത് പിരിച്ചുവിടാം. ഓക്കെ, ചിലപ്പോൾ പിരിച്ചുവിടാം, അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യാം ലോക്കൽ ബോഡീസും ലെജിസ്ലേറ്റീവ് അസംബ്ലിയും. പക്ഷെ അതൊരിക്കലും രണ്ടും നിർബന്ധമല്ല, വേണമെങ്കിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇത് നിർബന്ധമാണ്. ഇതെന്തായാലും പ്രസിഡന്റ് റൂൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് റിമൂവ് ചെയ്യപ്പെടും. പക്ഷേ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലോക്കൽ ബോഡീസും സസ്പെൻഡ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഡിസൊല്യൂട്ട് ചെയ്യപ്പെടാം, ഡിസോൾവ് ചെയ്യപ്പെടാം. പക്ഷെ അത് രണ്ടും നിർബന്ധമില്ല. ഓക്കെ, അതുകൊണ്ട് അത് രണ്ടും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇത് മാത്രമേ ആൻസർ ഉള്ളൂ, ഓപ്ഷൻ 2. ഓക്കെ, ഇവിടെ നോട്ടല്ലേ ചോദിച്ചത്, നോട്ട് നെസസറി ആണ്. അപ്പൊ 1 and 3 ആണ് നെസസറി അല്ലാത്തത്, ഓപ്ഷൻ ബി. ഓക്കെ, ഇപ്പൊ ഡെസൊല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ഡെസൊല്യൂഷൻ ഓഫ് ലോക്കൽ ബോഡീസും ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിസോൾവ് ചെയ്യപ്പെടാം. അത് നിർബന്ധമുള്ള കാര്യമല്ല. നെസസറി കോൺസിക്വൻസ് എന്ന് പറയുമ്പോൾ ഇത് രണ്ടാമത്തെ പോയിന്റ് മാത്രമാണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ റിമൂവ് ചെയ്യും. ഓക്കെ, ഇനി 17ാമത്തെ, out of the following statements choose the one that brings out the principle underlying the cabinet form of government. Cabinet form of government അതിന്റെ പ്രിൻസിപ്പിൾ അണ്ടർലൈൻ ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ഏതാണ് ചോദ്യം. അത് ചോദിക്കേ, an arrangement for minimizing the criticism against the government whose responsibilities are complex and hard to carry out to the satisfaction of all. A mechanism for speeding up the activities of the government whose responsibilities are increasing day by day. A mechanism of parliamentary democracy for ensuring collective responsibility of the government to the people. A device for the strengthening the hands of the head of the government whose hold over the people is in a state of decline. എന്താണ് ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെന്റ് എന്ന് പറയുമ്പോൾ ഏതാ സ്റ്റേറ്റ്മെന്റ് ശരി? ഇത് നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞുള്ളതാണ്. എന്താണ് ഒരു ക്യാബിനറ്റിലെ എല്ലാ മെമ്പേഴ്സും എന്തായിരിക്കണം, ആ ലെജിസ്ലേച്ചറിന് റെസ്പോൺസിബിൾ ആയിരിക്കണം, അതായത് പാർലമെന്റ് റെസ്പോൺസിബിൾ ആയിരിക്കണം. ഞാൻ നമ്മളെന്താ നോ കോൺഫിഡൻസ് മോഷൻ പഠിപ്പിച്ച സമയത്ത് പറഞ്ഞിട്ടായിരുന്നു. അതായത് ഏതെങ്കിലും ഒരു മിനിസ്റ്ററിനെതിരെ ഒരു നോ കോൺഫിഡൻസ് മോഷൻ വന്ന് പാസ്സായി കഴിഞ്ഞാൽ മൊത്തം മന്ത്രിസഭ രാജിവെക്കണം, അല്ലെ? ഏതെങ്കിലും ഒരു മൊത്തം ഗവൺമെന്റ് രാജിവെക്കേണ്ട ആവശ്യം വരും. ഓക്കെ, അത് ഏതെങ്കിലും ഒരു മിനിസ്റ്ററിനെതിരെ ഒരു നോ കോൺഫിഡൻസ് മോഷൻ വരികയും അത് പാസ്സാവുകയും ചെയ്തത് ആ മിനിസ്റ്റർ മാത്രം രാജിവെച്ചാൽ പോരാ, മൊത്തം ഗവൺമെന്റ് രാജിവെക്കണം. അതാണ് ഈ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. അതായത് ഇപ്പൊ ഒരു മിനിസ്റ്റർ ആയിക്കോട്ടെ, ഒരു ക്യാബിനറ്റ് ആയിക്കോട്ടെ, അവര് മൊത്തം പാർലമെന്റ് അല്ലെങ്കിൽ മൊത്തം ലെജിസ്ലേച്ചറിന് റെസ്പോൺസിബിൾ ആണ്. ഓക്കെ, അപ്പൊ ആൻസർ സി ആണ്, ഓപ്ഷൻ സി ആണ്. എ മെക്കാനിസം
പാർലമെന്ററി ഡെമോക്രസി ഫോർ എൻഷുറിംഗ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെന്റ് ടു ദ പീപ്പിൾ. പാർലമെന്ററി ഡെമോക്രസി എന്ന് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെന്റ് ടു ദ പീപ്പിൾ, അല്ലെങ്കിൽ കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെന്റ് ടു ദ പാർലമെന്റ്. ഇനി ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെന്റ് എവിടെ നിന്നാണ് അഡോപ്റ്റ് ചെയ്തത്? നമ്മൾ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ കുറെ കാര്യങ്ങൾ. അപ്പൊ ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെന്റ് നമ്മൾ എവിടെ നിന്നാണ് അഡോപ്റ്റ് ചെയ്തത്? ബ്രിട്ടീഷ് ആണ്. ഓക്കെ, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ അഡോപ്റ്റ് ചെയ്തത്. ഓക്കെ, പറഞ്ഞല്ലോ എന്താണ് ഒരു ക്യാബിനറ്റ് എപ്പോഴാണ് പാർലമെന്റിൽ കോൺഫറൻസ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിന്റെ കോൺഫറൻസ് ഉള്ള കാലത്തോളം മാത്രമേ എന്താണ് ഒരു ക്യാബിനറ്റ് നിലനിൽക്കുള്ളൂ. അല്ലെങ്കിൽ ആ കോൺഫറൻസ് ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക? പാർലമെന്റ് പിരിച്ചിടും അല്ലെ, നമ്മുടെ നോ കോൺഫറൻസ് മോഷനിൽ സംഭവിക്കുന്ന പോലെ. അപ്പം ആ പോയിന്റ് ഓർത്ത് വയ്ക്കുക. ക്യാബിനറ്റ് ഫോം ഓഫ് ഗവൺമെന്റ് ഇസ് എ മെക്കാനിസം ഓഫ് പാർലമെന്ററി ഡെമോക്രസി ഫോർ എൻഷുറിംഗ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഗവൺമെന്റ് ടു ദ പീപ്പിൾ. ഓപ്ഷൻ സി ആണ് ശരി. നെക്സ്റ്റ്, for election to the Lok Sabha, a nomination paper can be filed by 18ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? സിമ്പിൾ ആണ്, വളരെ ഈസി ക്വസ്റ്റ്യൻ ആണ്. ഫോർ എലക്ഷൻ, ഒരു ലോകസഭയിൽ മത്സരിക്കാൻ പോവാണ് ഇലക്ഷനിൽ. അപ്പൊ അത് ആർക്കൊക്കെയാണ് നോമിനേഷൻ പേപ്പർ ഫില്ല് ചെയ്യാനുള്ള അധികാരം, നോമിനേഷൻ പേപ്പർ കൊടുക്കാനുള്ള അധികാരം ആർക്കൊക്കെയാണെന്നാണ് ചോദ്യം. അതായത് സിമ്പിൾ ആണ്, ഒരു ഇലക്ഷനിൽ പങ്കെടുക്കാനുള്ള എലിജിബിലിറ്റി എന്തൊക്കെയാണെന്നാണ് ചോദ്യം. ഇതിൽ ഏതാണ് ആൻസർ? എനിവൺ റിസൈഡിങ് ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ താമസിക്കുന്ന ആർക്കും. എ റെസിഡൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻസി ഫ്രം വിച്ച് ദ ഇലക്ഷൻ ഈസ് ടു ബി കണ്ടസ്റ്റഡ്, അതായത് ഇലക്ഷൻ നടക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസി ഏതാണ് അവിടെ താമസിക്കുന്ന ആർക്കും. എനി സിറ്റിസൺ ഓഫ് ഇന്ത്യ ഹൂസ് നെയിം അപ്പിയേഴ്സ് ഇൻ ദ ഇലക്ട്രൽ റോൾ ഓഫ് എ കോൺസ്റ്റിറ്റ്യുവൻസി, ഒരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, അദ്ദേഹത്തിന്റെ പേര് ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ ഇലക്ട്രൽ റോളിൽ ഉണ്ടായിരിക്കണം. എനി സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇതിൽ ആരാണ് ഇതിൽ ആർക്കൊക്കെയാണ് എന്ത് ലോകസഭയിലേക്കുള്ള ഇലക്ഷന് നോമിനേഷൻ ചെയ്യാൻ കൊടുക്കാൻ പറ്റുക? സിമ്പിൾ ആണ്. എന്താ? എനിവൺ റിസൈഡിങ് ഇൻ ഇന്ത്യ. പറ്റുമോ? ഇന്ത്യ താമസിക്കുന്ന ആർക്കും പറ്റുമോ? ഇല്ല. ഇന്ത്യയിൽ ഇപ്പം കുറെ ഫോറിനേഴ്സ് ഒക്കെ താമസിക്കുന്നുണ്ടാവും അല്ലേ, അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇന്ത്യക്കാരായിരിക്കണം. അതായത് എന്താ? ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം. ഓക്കെ, അതായത് എവിടെയും ഇന്ത്യ താമസിക്കുന്ന ആർക്കും പറ്റില്ല. അപ്പൊ ഇന്ത്യയിൽ ഒരുപാട് പേര് താമസിക്കുന്നുണ്ടാവും, മറ്റു രാജ്യങ്ങളിലുള്ള ആൾക്കാരുണ്ടാവും, സിറ്റിസൺ അല്ലാത്തവരുണ്ടാവും, അപ്പം റെഫ്യൂജീസ് ഉണ്ടാവും. അപ്പൊ അവർക്കൊന്നും എന്താ മത്സരിക്കാൻ പറ്റില്ല, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. ഓക്കെ, പിന്നെ എത്ര പ്രായം എത്രയായിരിക്കണം ലോകസഭയിലേക്ക് മത്സരിക്കാൻ? ലോകസഭയിലേക്കാണ് നമ്മളെ പ്രായത്തിന്റെ കാര്യം കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ലോകസഭയിൽ എത്രയാണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ എത്രയാണ്, രാജ്യസഭയിൽ എത്രയാണ്, പ്രസിഡന്റ് ആവാൻ എത്രയാണ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എത്രയാണെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടു നോക്കുക. ഓക്കെ, ലോകസഭയിലേക്ക് പ്രായം എന്ന് പറയുന്നത് എത്രയാ? 25 ആണ്. 25 ഇയേഴ്സ് ആണ് ഏജ്. ഓക്കെ, ഇനി പിന്നെ ആൻസർ ചെയ്യുന്ന ഓപ്ഷൻ സി ആണ്. സിറ്റിസൺ ഓഫ് ഇന്ത്യ മാത്രമായാൽ പോരാ, എന്താണ്? ഇലക്ട്രൽ റോളിൽ പേര് വേണം. ഓക്കെ, അതായത് നമ്മുടെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള വ്യക്തി ആയിരിക്കണം. എ കാൻഡിഡേറ്റ് മസ്റ്റ് ബി രജിസ്റ്റേർഡ് എലക്ടർ ഓഫ് എ കോൺസ്റ്റിറ്റ്യുവൻസി ആൻഡ് സിറ്റിസൺ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, ഇലക്ട്രൽ റോളിൽ പേരുള്ള ഒരാളുമായിരിക്കണം, അതായത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ള ഒരു വ്യക്തി ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് ശരി. വെറും ഇന്ത്യൻ സിറ്റിസൺ ആയാൽ പോരാ, ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കും വേണം, ഇലക്ട്രൽ റോളിൽ പേരുണ്ടാവുകയും ചെയ്യണം. ഓക്കെ, പിന്നെന്താ? പിന്നെ വേറെ കുറെ കാര്യങ്ങളുണ്ട്. അതെന്താ? ജയിലിൽ പോയ വ്യക്തി ആവരുത്, കൺവിക്റ്റഡ് ആയ ആളാവരുത്, എന്താ എത്ര പൈസ കൊടുക്കേണ്ട അറിയോ? അതായത് ഡെപ്പോസിറ്റ് എത്ര അറിയോ? 25,000 രൂപയാണ് ലോക്സഭ ഇലക്ഷനിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് ഒരു കാൻഡിഡേറ്റ്. 25,000. ഇനിയിപ്പോ SC ST ഒക്കെ ആണെങ്കിൽ 12,500 മതി, അതിന്റെ പകുതി. അതൊക്കെ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. നെക്സ്റ്റ്, 19ാമത്തെ ക്വസ്റ്റ്യൻ. വിത്ത് റെഫറൻസ് ടു ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്. പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ലിനെ കുറിച്ചാണ് ചോദ്യം. എന്താണ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ? നോക്കാം. എ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ is a bill presented by a member of parliament who is not elected but only nominated by the President of India. Recently, a private member's bill has been passed in the Parliament of India for the first time in its history. ഏതാണ് ശരി ഉത്തരം? ആദ്യം, എന്താണ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ? ഒരു ബില്ല് ആർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക? അത് മെമ്പർ ഓഫ് പാർലമെന്റ് ആർക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ, അതായത് ഇപ്പം ഒരു മിനിസ്റ്ററിന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആ പാർലമെന്റിൽ ഏത് MP മാർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിപ്പം റൂളിംഗ് പാർട്ടിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ ഒപ്പോസിഷൻ പാർട്ടിയിലായിക്കോട്ടെ, ആർക്കും എന്താ
ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അങ്ങനെ ഒരു മന്ത്രി അല്ലാതെ ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ, ബാക്കിയുള്ള എംപിമാര്, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ലുകൾക്കാണ് പറയുന്നത് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ. അതായത് ഒരു മിനിസ്റ്റർ അല്ലാതെ മറ്റ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ഉണ്ടല്ലോ, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ലാണ് പ്രൈവറ്റ് മെമ്പർ ബിൽ എന്ന് പറയാം. ഓക്കെ, എ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ ഈസ് എ ബിൽ introduced by any member of parliament other than ministers. Okay, അപ്പൊ ഇത് തെറ്റാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നമുക്ക് ക്ലിയർ ആയല്ലേ? എന്താണ് ഇവിടെ പറയുന്നത്? ബിൽ പ്രസന്റ് ബൈ മെമ്പർ ഓഫ് പാർലമെന്റ്, നോട്ട് എലക്ട് ചെയ്യപ്പെട്ടല്ല, നോമിനേറ്റ് ചെയ്ത ആളുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ബില്ലാണ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ എന്നാണ് പറയുന്നത്. ആണോ? നോമിനേറ്റ് ചെയ്തവരല്ല, എലക്ട് ചെയ്തവർ തന്നെയാണ്. ഒരു മിനിസ്റ്റേഴ്സ് അല്ലാതെ ബാക്കി ആരും, മെമ്പർ ഓഫ് പാർലമെന്റ് ഏത് എംപിമാര് ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്താലും അതിന് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ എന്ന് പറയാം. ഓക്കെ, എനി ബിൽ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ എനി മെമ്പർ ഓഫ് പാർലമെന്റ് അതർ ദാൻ മിനിസ്റ്റേഴ്സ്. ഓക്കെ, ഇനി ഈ ഒരു ബില്ല് എപ്പോഴാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം? അധികം ഇൻട്രൊഡ്യൂസ് ചെയ്യുക ഈ ഒപ്പോസിഷൻ പാർട്ടിയിലെ എംപിമാരാണ്. അതായത് റൂളിംഗ് പാർട്ടിയിലുള്ള ഒപ്പോസിഷൻ പാർട്ടി ഉണ്ടാവല്ലോ, അവിടുത്തെ എംപിമാരാണ് അധികവും എന്താണ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആദ്യം ഒരു 1 മന്തിലെ പ്രയർ നോട്ടീസ് കൊടുക്കണം. ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് മുന്നേ എന്താ, ഒരു മാസം മുന്നേ ഇങ്ങനെ ബില്ല് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുക എന്നുള്ള നോട്ടീസ് കൊടുക്കണം, ഒരു മാസം മുന്നേ. ഓക്കെ, പിന്നെ അധികം എല്ലാ ഫ്രൈഡേയും ആണ് എന്ത് പ്രൈവറ്റ് ബിൽ ഡിസ്കഷന് വേണ്ടി കൊടുക്കാറ്, എല്ലാ ഫ്രൈഡേയും. ഓക്കെ, ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ ഞാൻ പറഞ്ഞ ഓർത്തല്ലോ, അധികം ഒപ്പോസിഷൻ പാർട്ടിയാണ് എന്ത് പ്രൈവറ്റ് ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഒപ്പോസിഷൻ പാർട്ടി, റൂളിംഗ് പാർട്ടി അധികം മിനിസ്റ്റേഴ്സ് ആയിരിക്കും ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. പ്രൈവറ്റ് ബില്ല് ഒപ്പോസിഷൻ പാർട്ടിയിൽ അധികം എംപിമാരായിരിക്കും അധികം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അവരുടെ സ്റ്റാൻഡ് കാണിക്കാനും അതിനൊക്കെ വേണ്ടി. ഓക്കെ, രണ്ടാമത്, റീസെന്റ് എ പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ ഹാസ് ബീൻ പാസ്ഡ് ഇൻ ദ പാർലമെന്റ് ഓഫ് ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഹിസ്റ്ററി. വളരെ വളരെ തെറ്റാണ്. നമുക്ക് എന്താണ് ഫസ്റ്റ് ബില്ല് വന്നത് 1952-ലാണ്. ആദ്യത്തെ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് പാസ്സായത് 1952-ലാണ്. 1952-ലാണ് ആദ്യത്തെ പ്രൈവറ്റ് ബില്ല് പാസ്സായത്. അത് ഏതാണെന്ന് അറിയോ? മുസ്ലിം വഖഫ് ഉണ്ടല്ലോ, മുസ്ലിം വഖഫ് ബില്ലാണത്. ഓക്കെ, സയ്യിദ് മുഹമ്മദ് അഹമ്മദ് കസ്മി എന്ന് പറഞ്ഞ വ്യക്തി, ഒരു MP ആണ് ആദ്യത്തെ പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല്, മുസ്ലിം വഖഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് ആദ്യമായി പാസ്സാക്കിയത് 1952-ലാണ്. ഓക്കെ, ഈ അടുത്തൊന്നുമല്ല. അതിനുശേഷം ഇന്ന് വരെ 14 പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് പാസ്സായിട്ടുണ്ട്. 14. അന്ന് മുതൽ 1952 മുതൽ ഇന്ന് വരെ 14ഓളം എന്താണ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് പാസ്സായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ സ്റ്റേറ്റ്മെന്റ് 2 എന്തായാലും തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. ഓക്കെ, ലാസ്റ്റ് പ്രൈവറ്റ് മെമ്പർ ബില്ല് പാസ്സായത് എപ്പോഴും അറിയോ? 1970-ലാട്ടോ, 1970. ഈ അടുത്തൊന്നും പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് പാസ്സായിട്ടില്ല. അവസാനം പാസ്സായത് 1970-ലാണ്. ഓക്കെ, അപ്പൊ അത്രയും ഓർത്ത് വയ്ക്കുക. എന്താണ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല്? ഒരു മിനിസ്റ്റർ അല്ലാതെ വേറെ ഏത് എംപിമാര് പാസ്സാക്കുന്ന ബില്ല് എന്നാണ് പ്രൈവറ്റ് മെമ്പേഴ്സ് ബിൽ എന്നാ പറയാ. എല്ലാ ഫ്രൈഡേസ് ആണ് എന്ത് പ്രൈവറ്റ് മെമ്പേഴ്സ് ബില്ല് ഡിസ്കസ് ചെയ്യാം. ഇത് ബില്ല് എന്താ സബ്മിറ്റ് ചെയ്തതിന് മുന്നേ എന്താ ഒരു മാസത്തെ ഒരു ഹൗസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ഒരു മാസത്തെ പ്രയർ നോട്ടീസ് കൊടുക്കണം. ഓക്കെ, ആദ്യത്തെ ബില്ല് അപ്പോഴാണ് 1952-ലായിരുന്നു. ഇതുവരെ 14 ബില്ല് പാസ്സായിട്ടുണ്ട്. ലാസ്റ്റത്തെ ബില്ല് പാസ്സായത് 1970-ലാണ്. ഓക്കെ, അപ്പൊ അത്രയും ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഓപ്ഷൻ ഡി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. മുന്നത്തെ ഒരു ക്വസ്റ്റ്യൻ ഓർമ്മ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ദ പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ഈസ് ദാറ്റ് the executive and legislature work independently. It provides continuity of policy and is more efficient. Executive remains responsible to the legislature. Head of the government cannot be changed without election. ഏതാണ്? എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ വർക്ക് ഇൻഡിപെൻഡന്റ്ലി ആണോ? ഒരിക്കലല്ല. എക്സിക്യൂട്ടീവ് ലെജിസ്ലേച്ചർ എന്താണ്? ഇൻഡിപെൻഡന്റ് അല്ല. ഇൻഡിപെൻഡന്റ് എന്താണ്? ജുഡീഷ്യറി ആണ് ഇൻഡിപെൻഡന്റ്. നമ്മുടെ ഇന്ത്യൻ ജുഡീഷ്യറി ആണ് ഇൻഡിപെൻഡന്റ്, എക്സിക്യൂട്ടീവ് ആൻഡ് ലെജിസ്ലേച്ചർ അല്ല. അപ്പൊ തെറ്റാണ്. രണ്ടാമതാണ് ഇറ്റ് പ്രൊവൈഡ്സ് കണ്ടിന്യൂറ്റി ഓഫ് പോളിസി ആൻഡ് ഈസ് മോർ എഫിഷ്യന്റ്. അതും എന്താ ശരി ഉത്തരമല്ല. ഓക്കെ, കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ക്യാബിനറ്റ് റിമെയിൻസ് റെസ്പോൺസിബിൾ ടു ലെജിസ്ലേച്ചർ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് റിമെയിൻസ് റെസ്പോൺസിബിൾ ടു ലെജിസ്ലേച്ചർ. അതാണ് ഏറ്റവും പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണത്. എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ ക്യാബിനറ്റ് റിമെയിൻസ്
റെസ്പോൺസിബിൾ ടു ദ പാർലമെന്റ് ഓർ റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ. ഇതാണ് ശരി. ഹെഡ് ഓഫ് ദി ഗവൺമെന്റ് എന്താ ഇലക്ഷൻ വേണമെന്നൊരു നിർബന്ധമില്ല. ഹെഡ് ഓഫ് ഗവൺമെന്റ് കനോട്ട് ബി ചേഞ്ച് വിത്തൗട്ട് ഇലക്ഷൻ എന്ന് പറഞ്ഞ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിന് ഇലക്ഷൻ ഒന്നും വേണ്ട. ഓക്കെ, അപ്പൊ ഇതും തെറ്റാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെയാണ്. എക്സിക്യൂട്ടീവ് റിമെയിൻസ് റെസ്പോൺസിബിൾ ടു ദ ലെജിസ്ലേച്ചർ. നെക്സ്റ്റ് 21ാമത്തെ. Parliament of India exercises control over the functions of Council of Ministers through adjournment motion, question hour, supplementary question. അതായത് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടാവില്ലേ പാർലമെന്റില്, അവരുടെ മേത്ത് പാർലമെന്റ് എങ്ങനെയാണ് കൺട്രോൾ ചെയ്തതാണ് ചോദ്യം. കൺട്രോൾ എക്സസൈസ് ചെയ്ത് എങ്ങനെയൊക്കെയാണ് ചോദ്യം. പാർലമെന്റ് എന്ന് പറയുമ്പോൾ ലോക്സഭ ഉണ്ടാവും, രാജ്യസഭ ഉണ്ടാവും, ഒപ്പോസിഷൻ ഉണ്ടാവും, അതുപോലെ പ്രസിഡന്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇവര് മിനിസ്റ്റേഴ്സിന്റെ മുകളിൽ എങ്ങനെയാണ് കൺട്രോൾ എക്സസൈസ് ചെയ്യുന്ന ചോദ്യം. എനിക്കാ അഡ്ജോൺമെന്റ് മോഷൻ, ക്വസ്റ്റ്യൻ അവർ, സപ്ലിമെന്ററി ക്വസ്റ്റ്യൻ, ഇതൊക്കെയാണോ ചരിത്രമാണോ? മൂന്നും ശരി ഉത്തരാണ്. എന്താണ് അഡ്ജോൺമെന്റ് മോഷനും ക്വസ്റ്റ്യൻ അവറും അതുപോലെ തന്നെ സപ്ലിമെന്ററി ക്വസ്റ്റ്യൻ ഒക്കെ എന്തിനാണ്? മിനിസ്റ്റേഴ്സിന്റെ മുകളിൽ കൺട്രോൾ എക്സസൈസ് ചെയ്യുന്ന മെത്തേഡ്സ് ആണ്. അതായത് അവർ മിനിസ്റ്റേഴ്സ് കൊണ്ടുവരുന്ന പല കാര്യങ്ങളും ക്വസ്റ്റ്യൻ ചെയ്യാനും ചോദ്യം ഉന്നയിക്കാനൊക്കെ എന്താണ് ഈ സംഭവങ്ങൾ യൂസ് ചെയ്യാറ്. നേരത്തെ പറഞ്ഞല്ലോ, മിനിസ്റ്റേഴ്സ് എപ്പോഴും എന്തായിരിക്കണം, അല്ലെങ്കിൽ കൗൺസിൽ എന്തായിരിക്കണം, എപ്പോഴും കളക്റ്റീവ്ലി റെസ്പോൺസിബിൾ ടു പാർലമെന്റ് ആയിരിക്കണം. ആ പാർലമെന്റിൽ ലെജിസ്ലേഷൻ റെസ്പോൺസിബിൾ ആയിരിക്കണം. അവരുടെ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, എന്താണ് അഡ്ജോൺമെന്റ് മോഷൻ? അഡ്ജോൺമെന്റ് മോഷൻ എന്ന് പറയുമ്പോൾ എന്താ, അർജന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ്, അത് പെട്ടെന്ന് എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം നടന്നു വെച്ചോ, അപ്പൊ അങ്ങനെയുള്ള മാറ്റേഴ്സ് മുന്നിൽ കൊണ്ടുവരാനുള്ള മോഷനാണ് അഡ്ജോൺമെന്റ് മോഷൻ. മാറ്റേഴ്സ് ഓഫ് അർജന്റ് ഇമ്പോർട്ടൻസ് അത് റേസ് ചെയ്യാനുള്ള കാര്യമാണ് എന്ത് അഡ്ജോൺമെന്റ് മോഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയെന്താ, പാർലമെന്റിന്റെ ആദ്യത്തെ അവർ, അത് പാർലമെന്റ് തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു മണിക്കൂറിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എന്ത് ക്വസ്റ്റ്യൻ അവർ എന്ന് പറയാം. ക്വസ്റ്റ്യൻ അവർ. ഓക്കെ, പാർലമെന്റ് തുടങ്ങിയ ആദ്യത്തെ ഒരു മണിക്കൂറിൽ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എന്ത് ക്വസ്റ്റ്യൻ അവർ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒക്കെ എന്താ എം പിമാർ ഉത്തരങ്ങൾ തരും അല്ലേ, അങ്ങനെ അവർ തരുന്ന ഉത്തരങ്ങളൊക്കെ എന്താ ക്രോസ് ചെക്ക് ഒക്കെ ചെയ്ത് വീണ്ടും ഒക്കെ ചെയ്ത് എന്താ അതിൽ ക്രോസ് ചെയ്തൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് എന്ത് സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതായത് എം പിമാർ തരുന്ന റെസ്പോൺസ് അനുസരിച്ചുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പം അഡ്ജോൺമെന്റ് മോഷൻ എന്താണ്, എന്തെങ്കിലും അർജന്റ് ആയിട്ടുള്ള മാറ്റർ പെട്ടെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അത് റേസ് ചെയ്തിട്ടുള്ള മുന്നോട്ട് കൊണ്ടുവരാനുള്ള മോഷനാണ് അഡ്ജോൺമെന്റ് മോഷൻ. ക്വസ്റ്റ്യൻ അവർ എന്താണ്, ഒരു പാർലമെന്റ് തുടങ്ങി സെഷൻ തുടങ്ങി കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ എന്തായിരിക്കും ക്വസ്റ്റ്യൻ അവർ ആയിരിക്കും. അപ്പൊ അതിൽ എം പിമാർ ക്വസ്റ്റ്യൻ തരും, അല്ലെ ആൻസർ പറയും. അവരുടെ റെസ്പോൺസ് അനുസരിച്ചുള്ള മറ്റൊരു ക്വസ്റ്റ്യൻസ് ആണ് എന്ത് സപ്ലിമെന്ററി ക്വസ്റ്റ്യൻസ്. പിന്നെയും കുറെ കാര്യങ്ങൾ എന്താണ് സീറോ അവർ എന്ന് കേട്ടിട്ടുണ്ട്. എന്താ സീറോ അവർ? അതും എന്താ ടൈപ്പ് ഓഫ് എന്താണ് പാർലമെന്റിന്റെ കൺട്രോൾ എക്സസൈസ് ചെയ്യുന്ന മെത്തഡാണ്. അതുപോലെ സ്റ്റാർഡ് ആൻഡ് അൺസ്റ്റാർഡ് കേട്ടിട്ടുണ്ടോ? ഇതിവിടെ ഇങ്ങനെ എഴുതാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സ്റ്റാർഡ്, അതുപോലെ തന്നെ സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്, അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്താ കണ്ടോ? സ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്താണ്, സ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താ ഓറൽ ആൻസേഴ്സ് മതി. ഓറൽ ആൻസർ എന്ന് പറഞ്ഞാൽ വായ കൊണ്ട് മറുപടി പറഞ്ഞാൽ മതി. സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്, അതായത് എം പിമാർക്ക് എന്താ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, മന്ത്രിമാർക്ക് ജസ്റ്റ് എന്ത് വാഗോണ്ട് മറുപടി പറഞ്ഞാൽ മതി. അതാണ് സ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്. ഇനി അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻ എന്താണ്, അതില് വാഗോണ്ട് മറുപടി പറഞ്ഞ ഒരു നിർബന്ധമില്ല, അവർക്ക് പിന്നീട് എഴുതി കൊടുത്താലും മതി, റിട്ടേൺ ആയിട്ടുള്ള ആൻസർ കൊടുത്താൽ മതി. അതാണ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്. സ്റ്റാർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ എന്താ, സ്റ്റാർഡ് ആണെങ്കിൽ നിർബന്ധമായിട്ടും അപ്പൊ തന്നെ വാഗോണ്ട് മറുപടി പറയണം. മറ്റേതാണ് അങ്ങനെ വാഗോണ്ട് അപ്പൊ മറുപടി പറയേണ്ട ആവശ്യമില്ല, എഴുതി കൊടുത്താൽ മതി, റിട്ടേൺ റെസ്പോൺസ് കൊടുത്താൽ മതി. അതാണ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ്. എന്താന്ന് ഓർത്ത് മറക്കരുത്, ചോദിച്ചിട്ടുണ്ട് ഇതിനു മുന്നേ. അപ്പൊ സ്റ്റാർഡ് എന്താണ്, സ്റ്റാർഡിൽ ഓറൽ ആൻസേഴ്സ് മതി, മറ്റേതിൽ ഓറൽ ആൻസർ വേണം നിർബന്ധമില്ല, റിട്ടേൺ റെസ്പോൺസ് മതി. ഓക്കെ, ഇനി അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇന്നത്തെ 2017 അവസാനത്തെ ക്വസ്റ്റ്യൻ, 22 ക്വസ്റ്റ്യൻ. സിമ്പിൾ ആണ്. എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? ഇന്ത്യയിലെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് എന്താണ്? The power of the judiciary to pronounce upon the constitutionality of laws and executive orders.
The power of judiciary to question the wisdom of the laws enacted by legislature. The power of judiciary to review all the legislative enactment before they are assented by the President. The power of judiciary to review its own judgments given early in similar different cases. എല്ലാം വായിക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും. എന്നാൽ എന്താണ് ജുഡീഷ്യൽ റിവ്യൂ? അതായത് ഈ ഗവൺമെന്റ് എന്തെങ്കിലും ലോ പാസ്സാക്കി, അല്ലെങ്കിൽ നിയമം കൊണ്ടുവന്നു, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓർഡർ പുറപ്പെടുവിച്ചു, അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുസരിച്ചാണോ ചെയ്തതെന്നുള്ളത് ശ്രദ്ധിക്കണം. അതായത് നോക്കുക, ജുഡീഷ്യറി ആണ് നോക്കുക, സുപ്രീം കോടതിയാണ് നോക്കുക. ഇവർ കൊണ്ടുവന്ന നിയമം എന്താ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് എതിരെയാണോ, കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ പ്രൊവിഷൻസ് അനുസരിച്ചാണോ ഒക്കെ നോക്കുന്നവരാണ് ജുഡീഷ്യറിയാണ്. അപ്പൊ എന്താ കോൺസ്റ്റിറ്റ്യൂഷനുള്ള പ്രകാരം അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഫണ്ടമെന്റൽ റൈറ്റും ബേസിക് സ്ട്രക്ചർ ഒക്കെ ഭേദിച്ചുകൊണ്ടാണ് ഇവർ നിയമം കൊണ്ടുവന്നത്, എന്താ സംഭവിക്കുക? സുപ്രീം കോടതിക്ക് ആ നിയമം എന്താ അങ്ങനെ കട്ട് ചെയ്ത് കളയാം. ആ നിയമം എന്താ പാടില്ലാത്ത പറഞ്ഞിട്ട് ആ നിയമം കൊണ്ട് കംപ്ലീറ്റ്ലി സ്ട്രക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേണ്ടാന്ന് പറയാൻ പറ്റും. ഓക്കെ, അതാണ് ജുഡീഷ്യൽ റിവ്യൂ. അതായത് ഒരു കൊണ്ടുവന്ന ലോസും അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് ഉണ്ടല്ലോ, അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ചെക്ക് ചെയ്യുന്നവരാണ്. അതാണ് ജുഡീഷ്യൽ റിവ്യൂ. The power of judiciary to pronounce upon the constitutionality of laws and executive orders. അതാണ് എന്ത് പറയാം? ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയാം. ഓക്കെ, ഇപ്പൊ എന്താണ്, ഗവൺമെന്റിന് തോന്നിയ പോലെ നിയമങ്ങളൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രകാരമായിരിക്കണം. അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ് തെറ്റിച്ചോണ്ടോ അല്ലെങ്കിൽ ബേസിക് സ്ട്രക്ചർ തെറ്റിച്ചോണ്ടോ ഒന്നും നിയമം കൊണ്ടുവരാൻ പാടില്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ പ്രൊവിഷൻസ് അനുസരിച്ചായിരിക്കണം അത് നിയമം കൊണ്ടുവരുന്നത്. അപ്പൊ അത് കോൺസ്റ്റിറ്റ്യൂഷൻ എതിരെയാണോ എന്നൊക്കെ നോക്കുന്നവരാണ് സുപ്രീം കോടതിയാണ്. അതാണ് ജുഡീഷ്യൽ റിവ്യൂ. കൊണ്ടുവന്ന നിയമങ്ങളും ഓർഡറൊക്കെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുസരിച്ചാണോ, അതിന് കോൺസ്റ്റിറ്റ്യൂഷനാലിറ്റി ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നവരാണ് ജുഡീഷ്യറിയാണ്. അതാണ് ജുഡീഷ്യൽ റിവ്യൂ. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. നമുക്ക് 2018 അടുത്ത ക്ലാസ്സിൽ എടുക്കാം. 2018 ക്വസ്റ്റ്യൻസ്. അപ്പത്തേക്ക് ഞാൻ എന്റെ പെൻ ടാബ് ഒന്ന് ശരിയാക്കാം. ഓക്കെ, അപ്പം കേട്ടുന്ന എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മൾ എല്ലാ ആഴ്ചയും 3 ക്ലാസ് വെച്ച് PYQന്റെ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു UPSCയുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശനിയും ഞായറും. അതുപോലെ KSന്റെ ക്ലാസ്സുകളും ശനിയും ഞായറും നടക്കുന്നുണ്ട്. ഫൗണ്ടേഷൻ ബാച്ച്, അതായത് ഡിഗ്രി, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിഗ്രിയിലൊക്കെ പഠിക്കുന്ന ആളുകൾക്കുള്ള ഫൗണ്ടേഷൻ ബാച്ച് നമ്മൾ ശനിയും ഞായറും നടത്തുന്നുണ്ട്. ചേരാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കൊക്കെ എത്തിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.